BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ചെങ്ങമനാട് കവലയുടെ വികസനത്തിന് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും സ്വപ്നമായി അവശേഷിക്കുകയാണ്. കുന്നുകര, കുറുമശ്ശേരി, അത്താണി, പനയക്കടവ് തുടങ്ങി 4 പ്രദേശങ്ങളിൽ നിന്ന് തലങ്ങും വിലങ്ങും കുപ്പിക്കഴുത്ത ആകൃതിയായ ചെങ്ങമനാട് കവലയിൽ ചെറുതും വലുതുമായ വാഹനങ്ങൾ നിമിഷങ്ങൾ കണക്കെ പ്രവഹിക്കുമ്പോൾ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവ് കാഴ്ചകളാവുകയാണ്. വഴിയോരത്തെയും കുത്തനെയുള്ള വളവുകളിലെയും ഓടുമേഞ്ഞ കാലപ്പഴക്കം ചെന്ന പല കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റിയെങ്കിലും റോഡ് വികസനം നടക്കാത്തത് ചെങ്ങമനാട് കവലയുടെ മുരടിപ്പിനും ഇടയാക്കുന്നുണ്ട്. കാലാനുസൃതമായ വികസനം പോലും നടപ്പാകുന്നില്ല. ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, വൈപ്പിൻ, പറവൂർ, മാള, അന്നമ്മനട തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് എത്താൻ സഹായകമാകുന്ന റൂട്ടാണ് ചെങ്ങമനാട്. ഭാരവാഹനങ്ങൾ, സ്കൂൾ ബസ്സുകൾ, ദീർഘദൂര ബസ് സർവീസുകൾ അടക്കമുള്ള റോഡാണിത്. റോഡ് വികസനത്തിന് കവലയുടെ വികസനത്തിനും കാലങ്ങളായി ആവിഷ്കരിച്ച പല പദ്ധതികളും നടപ്പായിട്ടില്ല. അത്താണിയിൽ നിന്ന് വരുമ്പോൾ നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ ആളെക്കൊല്ലി വളവായി കുപ്രസിദ്ധി ആർജിച്ച പുത്തൻതോട് ഗ്യാസ് വളവുകളടക്കം നിവർത്താൻ റോഡ് പുറമ്പോക്ക് കണ്ടെത്തി സർവേ കുറ്റി സ്ഥാപിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും തുടർ നടപടികൾ സ്തംഭിച്ചിരിക്കുകയാണ്. പഴമയുടെ ചരിത്രവും മറ്റ് പ്രാധാന്യവുമുള്ള ചെങ്ങമനാട് കവലയുടെ വികസനത്തിനുള്ള മുറവിളി തുടങ്ങിയിട്ടും കാലങ്ങൾ പിന്നിടുകയാണ്. വെളിപ്പാട് അകലെയുള്ള ഉൾനാടൻ പ്രദേശങ്ങൾ പോലും വികസിച്ചിട്ടും ചെങ്ങമനാട് കവല വികസന മുരടിപ്പിൽ നേർചിത്രമായി നിലകൊള്ളുന്നതിൽ നാട്ടുകാരിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. 4 ഭാഗത്തു നിന്നും റോഡ് നിറഞ്ഞ് വാഹനങ്ങൾ കടന്നു വരികയോ 2 വലിയ വാഹനങ്ങൾ ഒരേ സമയം വളവ് തിരിഞ്ഞു വരികയോ ചെയ്താൽ പലപ്പോഴും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ്. വ്യാപാരികളോ ഓട്ടോ യൂണിയൻ തൊഴിലാളികളോ വഴിയാത്രക്കാരോ ഇടപെട്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ യാത്രക്കാരെ സഹായിക്കാൻ റോഡിലിറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നത്. സർക്കാർ സ്കൂളുകൾക്കായി NCERT സംഘടിപ്പിക്കുന്ന റോൾ പ്ലേ മത്സരത്തിൽ ജില്ലാതലത്തിൽ വിജയികളായത് 5 അംഗ അന്തർ സംസ്ഥാന വിദ്യാർത്ഥി സംഘം. വെണ്ണല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന UP, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് സംസ്ഥാനതല മത്സരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ബംഗാളിൽ നിന്നുള്ള എൽ കാജൽ, നാഗരികമെത്തി, UP സ്വദേശികളായ അനുഷ്ക പസ്വാൻ, രേണ സഹോനി, പൂർണിമ സർക്കാർ എന്നിവരാണ് വിജയികൾ. സ്കൂളിലെ മലയാളം അധ്യാപകനും നാടക പ്രവർത്തകനുമായ CS വിഷ്ണുരാജാണ് 6 മിനിറ്റുള്ള റോൾ പ്ലേ സംവിധാനം ചെയ്തത്. സ്കൂളിലെ റോഷ്നി പദ്ധതി വളണ്ടിയർ KR രാജലക്ഷ്മിയും സഹായവുമായെത്തി. NCERTയുടെ കൗമാര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ റോൾ പ്ലേ അവതരിപ്പിക്കുന്ന മത്സരം സംഘടിപ്പിക്കുന്നത്. കൗമാരക്കാരായ വിദ്യാർത്ഥിനികൾക്ക് നേരെയുണ്ടാകുന്ന ലൈംഗിക അതിക്രമത്തെ എങ്ങനെ സ്വയം പ്രതിരോധിക്കുമെന്ന സന്ദേശം പങ്കുവയ്ക്കുന്നതായിരുന്നു ഇവർ തെരഞ്ഞെടുത്ത വിഷയം. ഉപജില്ലാ മത്സരത്തിന് ശേഷം കഴിഞ്ഞ ദിവസം കുറുപ്പമ്പടി ഡയറ്റിൽ നടന്ന ജില്ലാ മത്സരവും ഇവർ ഒന്നാമതെത്തി. ഒക്ടോബർ 14-ന് തിരുവനന്തപുരം NCERTയിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ ഒന്നാമതെത്തുകയെന്ന ലക്ഷ്യവുമായി പരിശീലനത്തിനാണ് ടീമെന്നും അധ്യാപകർ വിഷ്ണുരാജ് പറഞ്ഞു. സ്കൂളിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ മക്കളാണ് 9B ക്ലാസ്സിൽ പഠിക്കുന്ന ഇവരെല്ലാം. കഴിഞ്ഞ വർഷം സ്കൂളിൽ ചേർന്ന പൂർണിമ ഒഴികെ മറ്റെല്ലാവരും ചെറിയ ക്ലാസ് മുതൽ വെണ്ണല സ്കൂളിൽ പഠിക്കുന്നവരാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. വഴി നടക്കുമ്പോഴും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും ഭീതിയിലാണ് ജനം. കൂട്ടമായെത്തുന്ന തെരുവ് നായ്ക്കളുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം. ചെറിയ കുട്ടികൾ മുതൽ വയോധികർ വരെ തെരുവു നായ് ആക്രമണത്തിന് ഇരയാകുന്ന സംഭവങ്ങൾ പതിവായിരിക്കുകയാണ്. പിന്നാലെ ഓടിയെത്തുന്നതും കുറുകെ ചാടുന്നതും കാരണം ഇരുചക്ര വാഹന യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, ഗ്രാമ നഗര ഭേദമില്ലാതെ വഴിയോരങ്ങൾ മുതൽ റെയിൽവേ സ്റ്റേഷനുകൾക്കുള്ളിൽ വരെ തെരുവു നായ്ക്കൾ വിഹരിക്കുന്നു. മാസത്തിലെ 500-ലധികം ആളുകൾക്കാണ് ജില്ലയിൽ കടിയേൽക്കുന്നത്. വഴിയോരങ്ങളിലും ഒഴിഞ്ഞ പറമ്പുകളിലും കുന്നുകൂടുന്ന മാലിന്യം തെരുവു നായ്ക്കളുടെ സ്വൈര്യവിഹാരത്തിനും അനുകൂല സാഹചര്യമൊരുക്കുന്നു. ഏതാനും ആഴ്ചകൾക്കിടെ എറണാകുളം ജില്ലയിൽ നിരവധി പേർ തെരുവു നായ് ആക്രമണത്തിന് ഇരയായി. തൃക്കാക്കര നഗരസഭയുടെ മാലിന്യ സംഭരണത്തിന് സമീപം റോഡിൽ തെരുവു നായ് കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാറ് തെരുവു വിളക്ക് തൂണിൽ ഇടിച്ചു കയറിയിരുന്നു. കളമശ്ശേരി നജാത്ത് നഗർ പരിസരത്ത് തെരുവു നായയുടെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്കടക്കം 3 പേർക്ക് പരിക്കേറ്റു. കടുങ്ങല്ലൂർ പ്രദേശത്ത് 2 പേർ കടിയേറ്റിരുന്നു. ഒരു വിദ്യാർത്ഥിയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ബാഗിൽ കടിയേറ്റതിനാൽ രക്ഷപ്പെട്ടു. നീറിക്കോട് ഭാഗത്ത് 3 പേരെയും ഒരു പശുവിനെയും കടിച്ചു. അലങ്ങാട് പശുവിനെ കടിച്ച സംഭവവും ഉണ്ടായി.
എറണാകുളം ജില്ലാതലത്തിൽ മാലിന്യമുക്ത നവകേരളം പരിപാടികൾ നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഡിഫ്ര ജില്ലയിലെ പഞ്ചായത്തുകളെയും നഗരസഭകളെയും ചേർത്ത് രൂപവൽക്കരിക്കപ്പെട്ട ഡിസ്ട്രിക്ട് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ എറണാകുളം എന്ന റെസിഡൻസ് അസോസിയേഷൻ അപ്ലെക്സ് ബോഡിയാണ് തദ്ദേശ സ്ഥാപനങ്ങളുമായി കൈകോർക്കുന്നത്. ഇതിന്റെ തുടക്കമെന്ന നിലയിൽ എടത്തല പഞ്ചായത്തിലെ അരമനക്കുന്ന് റെസിഡൻസ് അസോസിയേഷൻ പരിസരത്ത് മാലിന്യങ്ങൾ നീക്കുന്നതിൽ ഡിഫ്ര പ്രവർത്തകർ സഹകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് DK ലിജി പഞ്ചായത്ത് തല മാലിന്യമുക്ത നവകേരളം പരിപാടി ഉദ്ഘാടനം ചെയ്തു. അരമനക്കുന്ന് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് M അശോകൻ അധ്യക്ഷത വഹിച്ചു. ഡിഫ്ര ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ജമാലുദ്ദീൻ, വർക്കിംഗ് പ്രസിഡന്റ് K ജയപ്രകാശ്, ആലുവ താലൂക്ക് സെക്രട്ടറി ബാബു K വർഗീസ്, വാർഡംഗം ഷൈനി ടോമി, ARI സെക്രട്ടറി TS ജോസഫ്, വിജി ടോമി എന്നിവർ സംസാരിച്ചു. ഈ വാർത്തയോടുകൂടി BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.